നമസ്കാരം. എല്ലാവർക്കും വരാഹിയമ്മൻ പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. നമ്മളെയും നമ്മുടെ കുടുംബത്തിലും നെഗറ്റീവ് എനർജിയും ശത്രുദോഷവുമൊക്കെ ബാധിച്ചാൽ ജീവിതത്തിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഒരുപാടാണ്. ആരോഗ്യ സംബന്ധമായും മാനസികമായും സാമ്പത്തികമായുമൊക്കെ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നു. നെഗറ്റീവ് എനർജിയും ശത്രുദോഷവും നമ്മളിൽ ബാധിച്ചാൽ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തടസ്സങ്ങൾ ഉണ്ടാവുന്നു. തുടർച്ചയായുള്ള ആശുപത്രിവാസം, കുടുംബത്തിലുണ്ടാവുന്ന കലഹങ്ങൾ, വൻ സാമ്പത്തിക നഷ്ടം, ദാരിദ്ര്യാവസ്ഥ, മാനസിക പിരിമുറുക്കങ്ങൾ എന്നിവയിലൂടെയെല്ലാം കടന്നു പോകേണ്ടി വരുന്ന ഒരവസ്ഥ. ഇന്നത്തെ വീഡിയോ ശത്രുദോഷത്തിൽ നിന്നും നെഗറ്റീവ് എനർജിയിൽ നിന്നുമൊക്കെ പരിപൂർണ മോചനവും വജ്രപഞ്ചര രക്ഷയും നൽകുന്ന തൻ്റെ ഭക്തരിൽ അതിവേഗം കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും രക്ഷാകവചവും തീർക്കുന്ന വരാഹി ദേവിയുടെ അനുഗ്രഹത്തോടെ അതിശക്തിയാർന്ന അതിസൂക്ഷ്മമായ മന്ത്രജപത്തെ പറ്റിയാണ് പറയുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും വരാഹി ദേവിയുടെ നാമങ്ങൾ കമൻറ്റുകളിൽ രേഖപ്പെടുത്താനും മറക്കരുത്. വരാഹി ദേവിയുടെ അതിസൂക്ഷ്മമായ ഈ മന്ത്രം എല്ലാ നെഗറ്റീവ് എനർജിയിൽ നിന്നും ശത്രുദോഷത്തിൽ നിന്നുമൊക്കെ പൂർണ്ണമോചനവും സംരക്ഷണവും നൽകുന്നു. എല്ലാ നെഗറ്റീവ് ശക്തികളെയും ശത്രുദോഷത്താലും വീട്ടിലെ കൊച്ചു കുട്ടികൾ പോലും ദുരിതമനുഭവിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരുന്നു. ഈ ദോഷം മാറ്റാൻ പല വഴിപാടുകളും പൂജകളും ഒക്കെ നടത്തിയിട്ടും യാതൊരുവിധ മോചനവും ഈ ദുരിതം അനുഭവിക്കുന്നവർക്ക് ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം. ശത്രുദോഷവും നെഗറ്റീവ് എനർജിയും കുടുംബത്തിലും നിങ്ങളിലും ബാധിക്കുമ്പോൾ ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവുന്നു. അതിൽ ഒന്നാമതായി ശത്രുദോഷത്താലും നെഗറ്റീവ് എനർജിയാലും സാമ്പത്തികപരമായ നഷ്ടവും പ്രതിസന്ധിയും ജീവിതത്തിൽ തുടർച്ചയായി ഉണ്ടാവുന്നതാണ്. ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ സാമ്പത്തികപരമായി വളരെ തകർച്ചയിലേക്ക് നീങ്ങുന്നു. തുടരെ ഇത് വളരെ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു. ദിവസവും ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റാതെ കയ്യിൽ പൈസ ഇല്ലാതെ ജീവിതം വഴിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. സാമ്പത്തികപരമായി സഹായിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ പോലും അതൊക്കെ കിട്ടാതെ വരികയും ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതെല്ലാം കടുത്ത ശത്രുദോഷത്താലും നെഗറ്റീവ് എനർജിയിലും ഒക്കെ കുടുംബത്തിലും നമ്മളിലും ഒക്കെ ഒട്ടേറെ പ്രതിസന്ധികൾക്ക് കാരണമാവുന്നു. രണ്ടാമതായിട്ടുള്ളത് മാനസികമായി പരിഭ്രാന്തരാകുന്നു. പഠിക്കുന്ന കുട്ടികളിൽ പഠന വൈകല്യങ്ങൾ കണ്ടുവരുന്നു. കുട്ടികളിലെ ഏകാഗ്രത നഷ്ടപ്പെട്ട് ഒന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരുന്നു. അതുവരെ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. മുതിർന്നവരിലും ഇതേ പ്രശ്നങ്ങൾ തന്നെ കണ്ടുവരുന്നു. അനാവശ്യമായ ഉത്കണ്ഠയും മാനസിക സമ്മർദ്ദം വർദ്ധിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നു. അമിതമായ ദുഃഖത്താൽ കാരണമില്ലാതെ പലപ്പോഴും കരച്ചിലും ദേഷ്യത്തിലൂടെയുമൊക്കെ മരണത്തെ പറ്റിയുള്ള ചിന്തകൾ വരെ ഇക്കൂട്ടരെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. മൂന്നാമതായിട്ടുള്ളത് നെഗറ്റീവ് ഊർജത്താലും ശത്രുബാധയാലും വീട്ടിലെ കുഞ്ഞു കുട്ടികളിൽ കണ്ടുവരുന്ന നിർത്താതെയുള്ള കരച്ചിലാണ്. യാതൊരുവിധ അസുഖമോ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും വളരെ ഉച്ചത്തിൽ കരയുന്നു. കുറച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് ശാന്തരാവുകയും ചെയ്യുന്നു. ഇത് എല്ലാ ദിവസങ്ങളിലും കണ്ടുവരുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് പോലും ഉണ്ടാവുന്ന ശത്രുബാധ. നാലാമതായിട്ടുള്ളത് നെഗറ്റീവ് ഊർജത്താലും ശത്രുദോഷത്താലും കുടുംബത്തിൽ നിത്യവും ഉണ്ടാവുന്ന കലഹം, വഴക്ക് വലിയ പ്രതിസന്ധികൾക്ക് കാരണമാകുന്നു. ഭാര്യയും ഭർത്താവും തമ്മിലും അച്ഛനും മക്കളും തമ്മിലും പരസ്പരം വാക്കേറ്റവും പോർവിളികളും ഉയരുന്നു. ഒന്നിച്ച് സന്തോഷത്തോടെയും മനസമാധാനത്തോടെയും പോകേണ്ട കുടുംബത്തിൽ തർക്കങ്ങൾ മൂർച്ഛിച്ച് രക്തബന്ധത്തെയും സ്വന്തം ബന്ധത്തെ പോലുമൊക്കെ മറന്ന് മരണത്തിലേക്ക് സംതൃപ്തി കണ്ടെത്തുന്ന അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരവസ്ഥ. ഇതെല്ലാം നെഗറ്റീവ് എനർജിയാലും ശത്രുദോഷത്താലുമൊക്കെ പല വീടുകളിലും അനിഷ്ട സംഭവങ്ങൾക്കൊക്കെ കാരണമാകുന്നു. അഞ്ചാമതായിട്ട് നിങ്ങൾക്കോ കുടുംബത്തിലുള്ളവർക്കോ രാത്രി സമയങ്ങളിൽ ആളുകൾ പരസ്പരം ആക്രോശിക്കുന്നതായിട്ടും കലഹിക്കുന്നതായും പരസ്പരം സംസാരിക്കുന്നതായുമൊക്കെ കേൾക്കാൻ ഇടവരുന്നു. ഇങ്ങനെയുള്ളൊരു തോന്നൽ നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വലിയൊരു മാനസികമായ ബുദ്ധിമുട്ടിലേക്ക് നയിക്കുന്നതാണ്. ആറാമതായി
ഈശ്വരവിശ്വാസികളിൽ ക്ഷേത്രദർശനത്തിന് മുടക്കം വരുന്നതും പ്രാർത്ഥനാ സമയം കുറയുന്നതുമാണ്. കടുത്ത ശത്രുദോഷത്താലും നെഗറ്റീവ് ഊർജവും ബാധിക്കുമ്പോൾ ക്ഷേത്രദർശനത്തിന് പോകേണ്ട എന്നൊരു തോന്നൽ മനസ്സിൽ വരുന്നത്. ക്ഷേത്രത്തിൽ പോകണം എന്ന് വിചാരിച്ചാൽ പോലും നിരന്തരം വേണ്ട എന്നൊരു തോന്നൽ വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. ഏഴാമതായിട്ടുള്ളൊരു മാറ്റം സ്വഭാവ വൈരുദ്ധ്യമാണ്. വളരെ ശാന്തമായും സ്നേഹത്തോടും സഹജീവികളോടും വീട്ടിലുള്ളവരോടുമൊക്കെ ഇടപഴകുന്ന ഒരാളിൽ പെട്ടെന്ന് മുൻകോപവും വാശിയും ദേഷ്യവുമൊക്കെ ഉടലെടുക്കുന്ന അതിതീക്ഷ്ണമായൊരവസ്ഥ വന്നെത്തുന്നതാണ്. ഈ സ്വഭാവക്കാർക്ക് അനിയന്ത്രിതമായ ദേഷ്യത്താൽ ചുറ്റുമുള്ളവരിൽ നിന്നുമൊക്കെ അകലേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അമിതമായ ദേഷ്യത്താൽ പരിസരം പോലും മറന്ന് വളരെയധികം വാശി പ്രകടിപ്പിക്കുന്ന ഒരവസ്ഥ. കുറച്ചു കഴിയുമ്പോൾ ചെയ്ത തെറ്റുകളൊക്കെ ഓർത്ത് വളരെയധികം ദുഃഖിതരായി ഭീകരമായൊരവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരുന്നു. എന്നാൽ ഇത്തരം അവസ്ഥകൾക്കും ദുരിതങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരവും ജീവിതത്തിലുടനീളം രക്ഷയും തുണയും ആവശ്യമാണ്. ഉഗ്രശക്തിയുള്ള വരാഹിദേവിയുടെ അനുഗ്രഹവും ദേവിയുടെ അതിസൂക്ഷ്മമായ അതിശക്തമായ വജ്രപഞ്ചര രക്ഷ നൽകുന്ന മന്ത്രത്താലും എല്ലാവിധ നെഗറ്റീവ് ശക്തിയിൽ നിന്നും എല്ലാവിധ ശത്രുദോഷത്തിൽ നിന്നും എത്ര കടുത്ത ദോഷത്തിൽ നിന്നുമൊക്കെ പരിപൂർണ മോചനവും മുക്തിയും നൽകും. നിങ്ങൾക്കും കുടുംബത്തിൽ എവിടെ പോയാലും ദേവിയുടെ കാവലും തുണയും എപ്പോഴും കൂടെയുണ്ടാവും. ഈ മന്ത്രം 5 മിനിറ്റ് ചൊല്ലുമ്പോൾ തന്നെ ദേവിയുടെ ഊർജവും ശക്തിയും എല്ലാ ദുഷ്ടശക്തികളിലും നിങ്ങളിൽ നിന്ന് അകന്നു മാറുകയും ചെയ്യും. തുടർച്ചയായി 21 ദിവസമാണ് ഈ മന്ത്രം ജപിക്കേണ്ടത്. 21 പ്രാവശ്യം സന്ധ്യ കഴിഞ്ഞ് 8 മണിക്ക് ജപം നടത്താം. ഇതാണ് ഈ മന്ത്രം. ഓം ശ്രീം ഹ്രീം ക്ലീം ധും ജ്വാലജാലശൂലിനി അസ്യ യജമാനസ്യ സർവശത്രു സംഹാര ക്ഷേമലാഭം കുരു കുരു ദുഷ്ടഗ്രഹം ഹും ഫട് സ്വാഹ. ഓം ശ്രീം ഹ്രീം ക്ലീം ധും ജ്വാലജാലശൂലിനി അസ്യ യജമാനസ്യ സർവശത്രു സംഹാര ക്ഷേമലാഭം കുരു കുരു ദുഷ്ടഗ്രഹം ഹും ഫട് സ്വാഹ. ഈ മന്ത്രത്തിൻ്റെ ഭാഗമായി നിബന്ധനകൾ എന്നത് ശരീരശുദ്ധി ഉണ്ടാവണം. സ്ത്രീകളിലും പുരുഷന്മാരിലും. ആർത്തവം, പുലവാലായ്മ ഈ സമയങ്ങളിലൊന്നും തന്നെ ഈ മന്ത്രം ജപിക്കരുത്. മത്സ്യമാംസാദികൾ കഴിച്ചുകൊണ്ടും മന്ത്രജപം നടത്തരുത്. അശുദ്ധി കാലയളവിൽ ജപം ഒഴിവാക്കേണ്ടതാണ്. ആഴത്തിലുള്ള ഭക്തിയും പരിപൂർണ വിശ്വാസവും ശരീരശുദ്ധിയോടെയും ഒക്കെ പാലിച്ച് ഈ മന്ത്രം ജപിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാവും. അത്രയ്ക്കും ശക്തിയേറിയൊരു മന്ത്രമാണ്. ദേവിയുടെ അനുഗ്രഹത്താലും ഒട്ടേറെ മാറ്റങ്ങൾ അനുഭവങ്ങളായി നിങ്ങൾ വന്നുചേരും. അനുഭവിക്കുന്ന കഷ്ടതയും വിഷമങ്ങളുമൊക്കെ പറഞ്ഞ് ദേവിയിൽ വിശ്വാസമർപ്പിച്ചാൽ അത്ഭുതകരമായ മാറ്റം നിങ്ങളിലുണ്ടാവും. എല്ലാവർക്കും വരാഹി ദേവിയുടെ കൃപാകടാക്ഷവും അനുഗ്രഹവും എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.